മാസങ്ങളോളം കത്തിച്ചില്ലേ ആരെ? നമ്രൂദ്. എന്ത് തീക്കുണ്ടാരം? എന്തിനെ? ഇബ്രാഹിം നബിയെ കത്തിച്ചു കൊല്ലാൻ. എന്നിട്ട് ഇബ്രാഹിം നബിയെ എങ്ങനെയാണ് ആ തീക്കുണ്ടാരത്തിൽ ഇടുക എന്ന ആലോചനയിൽ ഇബ്ലീസ് വന്ന് നിർദ്ദേശം കൊടുത്തു. ഒരു വില്ലുണ്ടാക്കുക, എന്നിട്ട് അമ്പിന്റെ പകരം ഇബ്രാഹിമിനെ വെക്കുക, എന്നിട്ട് ഇവിടുന്ന് വിട്ടേക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വില്ലിൽ നിന്ന് വിട്ടു, അമ്പായിട്ട് വിട്ടു. തീക്കുണ്ടാരത്തിലേക്ക് ചെന്ന് പതിക്കുന്ന ഫ്യൂ സെക്കൻഡ്സ്. അങ്ങനെയൊന്നും പറയാനില്ല, നിമിഷാർദ്ധങ്ങൾ, ഇനി കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം. ആ സമയത്ത് തീയുടെ ഡ്യൂട്ടിയുള്ള മലക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന്. തീയിലാണല്ലോ വീടേണ്ടത്. എന്തേലും ആവശ്യമുണ്ടോന്ന്. അതിന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വർത്താനം, നോ താങ്ക്സ്, ഒരാവശ്യമില്ല. ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, നോ താങ്ക്സ്. ഒരാവശ്യമില്ല, ഏൽപ്പിക്കേണ്ട റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതെ അതെ, അള്ളാഹു ഏറ്റെടുത്തല്ലോ. തീക്ക് നിർദ്ദേശം കൊടുത്തു, ഇന്ന് നീ ഏതായാലും ചൂട് വേണ്ട, ബർദൻ, തണുപ്പ് മതി. പിന്നെ ഓവർ തണുപ്പാക്കി ആ സെൻട്രൽ എ സി എല്ലാം 16 ഇട്ടാലുണ്ടാവില്ല, നമ്മൾ തന്നെ ഒരു മരക്കഷ്ണായി പോകും. അത് വേണ്ട. വസലാമൻ അല്ല ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് കംഫർട്ടായത് എന്താണോ തണുപ്പ്, ആ രീതിയിൽ മതി. യെസ്, എന്താ രസമല്ലേ. ഇതൊക്കെ ഖുർആനിൽ ഓതുന്ന മോമിനീങ്ങൾക്ക് എങ്ങനെയാ മനുഷ്യന്മാര് ടെൻഷൻ ഉണ്ടാവുക? എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് ടെൻഷൻ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് അടുത്തത് ത്വലാക്ക്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബിസിനസ് മതിയാക്കലായി, എന്നെ കൊണ്ട് ഇതാവൂല, ഞാൻ അവിടുന്ന് ഒഴിവാവലായി എന്നൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഈമാനിന്റെ കുറവ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കുറവ് എന്ന് പറയുന്നത്. ഒരു പരീക്ഷണം നമുക്ക് വരുന്നത് എന്തിനായിരിക്കും? ഇദാ ഹബ്ബല്ലാഹു അബ്ദൻ ഇബ്തലാഹു. ഒരു പരീക്ഷണം അള്ളാഹു നൽകുന്നത് ഒന്നിക്കിൽ നമ്മളെ ശുദ്ധീകരിക്കാൻ, കഴിഞ്ഞ കാലങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരാൻ. ഒരു ബില്ല് പാസ്സാവുമ്പോഴേക്ക് നമ്മൾ എന്തിനാ ബേജാറാവണത്? എന്തിനാ ഇപ്പൊ ബേജാറാവണത്? അപ്പുറത്ത് മിസൈലിന്റെ, ഇപ്പുറത്ത് വേറെന്തെങ്കിലും സംവിധാനങ്ങളിന്റെ തുരുതുര ചിത്രങ്ങൾ കാണുമ്പോൾ ഭയപ്പെടേണ്ടവരാണോ മോമിനീങ്ങൾ? ഇനി ആകപ്പാട് എന്ത് സംഭവിച്ചാലും നമ്മളിപ്പോ പോകേണ്ടത് ആരെടുത്തേക്കാ? നമ്മുടെ സ്നേഹം നമുക്കെല്ലാം തന്ന അള്ളാഹുവിലേക്കല്ലേ. എന്നെ പേടിക്കണ്ട. എന്തിനാ പേടിക്കേണ്ടത്?